മോളെ പൗർണമി, ഇനിയും അത് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു മനുഷ്യനെ കൊല്ലുന്ന കാണുന്നത്. ആരാ? എന്തിനായിരുന്നു? അവർക്കിത് പതിവാണ് മോളെ. ആ ചായക്കടക്കാരൻ പറഞ്ഞു മരിച്ചവൻ നരസിംഹന്റെ മകനാണ്, കൊന്നവൻ നരേന്ദ്രന്റെ മകനും. 20 വർഷമായി ഈ രണ്ട് കുടുംബം തമ്മിലുള്ള തല്ലും കുറയും നിന്നിട്ട് എന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുക. അല്ല, ഈ മരിച്ചവന്റെ ആൾക്കാർ കൊന്നവന്റെ ആൾക്കാരെ പോയി തട്ടുവോ? ഉടനെ കൊല്ലുകയല്ല. ഒന്ന് ചുമ്മാ ഇരുന്ന് കൊല്ലാൻ വരുന്ന മുഹൂർത്തം നോക്കിട്ടാ കൊല്ലുന്നത്. നീ കുറവാണെങ്കിൽ നീ പറഞ്ഞ സത്യമാ. മുഹൂർത്തം നോക്കിയാ കൊല്ലുന്നത്. അയ്യോ, ആ അതെ, ഇങ്ങനെ ചത്തുപോയവന്റെ ഷർട്ട് കൊണ്ടുപോയി വീടിന്റെ മുമ്പിൽ വിരിച്ചിടും. ആ രക്തം കുറെ നാൾ കഴിയുമ്പോ നിറം മാറി പച്ചയാണ്. അതുവരെ കാത്തിരിക്കും. പച്ച നിറമായാൽ ശത്രു വീട്ടിലെ പിന്മുറക്കാരോട് പക വീട്ടും. രക്തം പച്ചയായി. ശിവകേശവ, നിന്റെ ചേട്ടന്റെ രക്തം നിന്നോട് പകവിട്ടാൻ പറയുന്നു. ശത്രുവിനെ കണ്ണു തുറന്നു നോക്ക. ചെല്ല. കൊച്ചുകുട്ടികൾ വലിയവരെ പോലെ സംസാരിക്കരുത്. വേണ്ട. നമ്മൾ മക്കളുടെ കയ്യിൽ പുസ്തകം കൊടുത്തത് അവരെ പഠിപ്പിച്ച് ബിരുദമെടുത്ത് പട്ടണത്തിൽ പോയി സുഖമായി ജീവിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ, അല്ലാതെ അവരുടെ ശവം കാണാൻ വേണ്ടിയല്ല. നിങ്ങൾ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ആളാണെന്ന് നാഗേന്ദ്രൻ അറിയാവുന്നത് കൊണ്ട് നിങ്ങളോട് വഴക്കിട്ട് നമ്മുടെ മൂത്ത മകനെ കൊന്നത്. നിങ്ങളുടെ പകവീട്ടിൽ നഷ്ടപ്പെടുന്ന അയാൾക്കല്ല, നിങ്ങളെ പകവീട്ടാനെ ഇവനെ കൂടെ നിർബന്ധിച്ച് നഷ്ടപ്പെടാൻ പോകുന്നത് 3 മക്കളുള്ള അയാൾക്കല്ല, വംശത്തിന് ഒരേ ഒരു മകൻ മാത്രമായി നമുക്ക്. നോക്ക്, അവരൊക്കെ മക്കളല്ലേ, അവരെ അമ്മമാർ പെട്ടതല്ലേ. 9 പേരെ പെറ്റന്റെ അമ്മ 8 പേരെ സ്വന്തം കൈകൊണ്ട് തന്നെ ഈ മണ്ണിൽ ലയിപ്പിച്ചു. എന്തിന്? കുടുംബാഭിമാനത്തിന് വേണ്ടി. എന്റെ പൂർവീകർ എനിക്ക് തന്ന കുടുംബാഭിമാനം തന്നെയാണ് എന്റെ മകന് ഞാൻ നൽകുന്നത്. ഞാൻ എന്റെ ചേട്ടന്മാരുടെ പക വീട്ടിട്ടുണ്ട്. ഇനി സ്വന്തം ചേട്ടന്റെ പക വീട്ടാനുള്ള നിന്റെ ഊഴമാണ്. ചേട്ടനെ കൊന്നവനെ മാത്രം കൊന്നിട്ട് വാ. പുറപ്പെടാ.
അച്ഛാ, നരസിംഹൻ കണ്ടു. ഈ മാല സമർപ്പിക്കുക. ശാന്തമായിരുന്ന നമ്മുടെ കുടുംബങ്ങളെ 20 വർഷത്തിന് ശേഷം രക്തം കൊണ്ട് കുളിപ്പിച്ചത് നീയാണ്. എന്റെ മകനും പോയി, നിന്റെ മകനും പോയി. ജീവന് പകരം ജീവൻ തന്നെ. ഇനി മതിയാക്കാം. ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറയാ. ഞാൻ നിർത്തിയേക്കാം. എന്റെ മകന്റെ രക്തം പച്ചയാകുന്നതുവരെ, അതുവരെ നിന്റെ മകന്റെ അടുത്തേക്ക് ആരും വരില്ല. പോയിക്കോ. ശിവേട്ടാ, കൺഗ്രാറ്റ്സ്. നന്നായി ശിവേട്ടാ. ആ നാഗേന്ദ്രന്റെ മകനെ കൊന്നത് എന്തായാലും വളരെ നന്നായി. മീശയുള്ള ഒരു പുരുഷനും ഇനി ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ബാക്കിയുള്ള രണ്ടെണ്ണത്തിനും കൂടെ തട്ടിക്കള. അത് കഴിഞ്ഞ നമുക്ക് കല്യാണം കഴിക്കാൻ ശിവേട്ടാ. എന്താന്നും മിണ്ടാത്തെ? വരൂ, നീ വീട്ടിലേക്ക് പോകാൻ. നീ ചെല്ല്, എനിക്ക് ജോലിയുണ്ട്. നോക്ക്, പരീക്ഷ പോലെ മാറ്റിവെച്ച് വന്നതാ നിങ്ങളെ കാണാൻ. നാട്ടിലേക്ക് പോലും പോയില്ല, അറിയോ? മല്ലികേ, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നീ വീട്ടിലേക്ക് ചെല്ല്. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞ അതിന്റെ കാര്യം. നമസ്കാരം. നമസ്കാരം. വിട്ടുകള ചേട്ടാ, പോകാം. ആ, ഇന്നത്തെ കളി കഴിഞ്ഞു. ഇനി നാളെ ഉള്ളൂ. എടാ, ആ പെണ്ണിനെ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോ. പൗർണമി, ആരായാണ്? ആരായാലും എന്താ? ആ സമയത്ത് വന്ന് നിന്നെ രക്ഷിച്ചില്ലേ? അകത്ത് പോ. അല്ലെങ്കിൽ ആ കുടിയന്മാര് ആരോ ദൈവത്തെ പോലെ വന്ന് രക്ഷിച്ചതാ.